PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSC സോഷ്യൽ സയൻസിന് വേണ്ടിയൊരു ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ HSC സോഷ്യൽ സയൻസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് HSC സോഷ്യൽ സയൻസിന് വേണ്ടി കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ HSC സോഷ്യൽ സയൻസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തീവ്ര വിപ്ലവ സംഘടനകളെ കുറിച്ചിട്ടാണ്. HSC സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ തീവ്ര വിപ്ലവ സംഘടനകൾ. അപ്പൊ നമുക്ക് ആദ്യത്തേത് പഠിക്കാം കേട്ടോ. ആദ്യത്തേത് എന്ന് പറയുന്നത് അനുശീലൻ സമിതിയാണ്. ഏതാണ്? അനുശീലൻ സമിതി. അപ്പൊ നമ്മള് ഇന്ത്യയിലെ തീവ്ര വിപ്ലവ സംഘടനകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ അനുശീലൻ സമിതിയാണ്. സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ച തീവ്ര വിപ്ലവ സംഘടനയാണ് ഏത്? അനുശീലൻ സമിതി കേട്ടോ. അപ്പൊ സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ച തീവ്ര വിപ്ലവ സംഘടനയാണ് ഏത്? നമ്മുടെ ഈ അനുശീലൻ സമിതി എന്ന് പറയുന്നത്. അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ്. എവിടെയാണ്? ബംഗാളിലാണിത് സ്ഥാപിക്കപ്പെട്ടത്. ഏതു വർഷം? 1902 കൽക്കട്ടയില്. എവിടെയാണ്? ബംഗാളിലെ കൽക്കട്ടയിലാണിത് സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ അനുശീലന സമിതി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബംഗാളിലാണ്. 1902 കൽക്കട്ടയിലാണ്. പർട്ടിക്കുലർ ആയിട്ട് ബംഗാളിലെ കൽക്കട്ടയിലാണിത് സ്ഥാപിക്കപ്പെട്ടത്. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന അതേതാ? അനുശീലൻ സമിതിയാണ് കേട്ടോ. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് ഏത്? അനുശീലൻ സമിതി എന്ന് ഓർക്കുക. അപ്പൊ എന്താണ് അനുശീലൻ സമിതി പ്രത്യേകത? സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ച തീവ്ര വിപ്ലവ സംഘടനയാണ്. സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലെ കൽക്കട്ടയിലാണ്. 1902 ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന കൂടിയാണ് അനുശീലൻ സമിതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? അനുശീലന സമിതി പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക. അനുശീലന സമിതി ഏത് മാസികയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? യുഗാന്തർ എന്ന് പറയുന്ന മാസികയാണ് കേട്ടോ. അപ്പൊ യുഗാന്തർ എന്ന് പറയുന്ന മാസികയാണ് അനുശീലന സമിതി പ്രസിദ്ധീകരിച്ചത്. യുഗാന്തർ പ്രസിദ്ധീകരിക്കുന്നത് 1906 ഓർക്കാം. അപ്പൊ ഈ ഒരു സമിതി, അതായത് അനുശീലന സമിതി സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഈ ഒരു അനുശീലൻ സമിതി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? അനുശീലൻ സമിതി പ്രസിദ്ധീകരിച്ച മാസിക ആർക്കെങ്കിലും അറിയാമോ? യുഗാന്തർ ആണ് കേട്ടോ. ഏതാണ്? യുഗാന്തർ. 1906 അനുശീലൻ സമിതി എന്ത് പ്രസിദ്ധീകരിക്കുന്നത്? യുഗാന്തർ എന്ന് പറയുന്ന മാസിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ 1902 എന്ത് ചെയ്യുന്നത്? അനുശീലൻ സമിതി രൂപീകരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം, അത് കഴിഞ്ഞ് 1906 ആയപ്പോഴത്തേനാണ് ഈ ഒരു സമിതി സ്വന്തമായിട്ട് ഒരു മാസികയൊക്കെ പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങിയത്. അനുശീലൻ സമിതിയുടെ ശാഖയിലെ ധാക്ക അനുശീലൻ സമിതി സ്ഥാപിച്ചത് പുലിൻ ബിഹാരി ദാസ് ആണ് കേട്ടോ. അനുശീലൻ സമിതിയുടെ ശാഖയായിരുന്ന ധാക്ക. അപ്പൊ അനുശീലൻ സമിതിയുടെ ശാഖയുടെ പേരെന്താണ്? ധാക്ക എന്നാണ് കേട്ടോ. ഈ ധാക്ക സ്ഥാപിച്ചത് ആരാണ്? പുലിൻ ബിഹാരി ദാസ് ആണ് കേട്ടോ. അപ്പൊ പുലിൻ ബിഹാരി ദാസ് ആണ് എന്ത് ചെയ്തത്? ഈ അനുശീലൻ സമിതിയുടെ ഒരു ശാഖ സ്ഥാപിക്കുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പോ 1907 ജില്ലാ മജിസ്ട്രേറ്റ് DC അലനെ വധിക്കാൻ നേതൃത്വം നൽകിയത് ഈ ധാക്ക അനുശീലന സമിതിയാണ്. അതായത് ഈ അനുശീലന സമിതിയുടെ ശാഖയാണ് ധാക്ക എന്ന് പറയുന്നത്. അപ്പൊ ധാക്ക അനുശീലന സമിതിയാണ് 1907 ജില്ലാ മജിസ്ട്രേറ്റ് DC അലനെ വധിക്കാനായിട്ട് നേതൃത്വം കൊടുത്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അനുശീലന സമിതിയെ കുറിച്ച് നമ്മൾ പഠിച്ച? സായുധ വിപ്ലവത്തിലെ ബ്രിട്ടീഷുകാരുടെ പുറത്താക്കാൻ ശ്രമിച്ച തീവ്ര വിപ്ലവ സംഘടനയാണ് അനുശീലന സമിതി. അനുശീലന സമിതി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബംഗാളിലാണ്. 1902 ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് അനുശീലന സമിതി എന്ന് പറയുന്നത്. അനുശീലന സമിതി പ്രസിദ്ധീകരിച്ച മാസിക യുഗാന്തറാണ്. 1906 യുഗാന്തർ പ്രസിദ്ധീകരിക്കുന്നത്. അനുശീലന സമിതിയുടെ ശാഖയായിരുന്ന ധാക്ക അനുശീലന സമിതി സ്ഥാപിച്ചത് പുലിൻ ബിഹാരി ദാസ് ആണ്. 1907 ജില്ലാ മജിസ്ട്രേറ്റിന് DC അലനെ വധിക്കാൻ നേതൃത്വം നൽകിയത് ധാക്ക അനുശീലൻ സമിതിയാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അഭിനവ് ഭാരത് സൊസൈറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അഭിനവ് ഭാരത് സൊസൈറ്റി. അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് 2 പേര് ചേർന്നിട്ടാണ് കേട്ടോ. ആരൊക്കെയാണത്? ഒന്ന് വിനായക്
സവർക്കറും മറ്റൊരാള് ഗണേഷ് സവർക്കറുമാണ് കേട്ടോ. ഗണേഷ് സവർക്കറും. അപ്പൊ രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ഒരു സമിതി രൂപീകരിക്കുന്നത്. അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് വിനായക് സവർക്കറും ഗണേഷ് സവർക്കറും ചേർന്നിട്ടാണ് അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്? നാസിക്കിലാണ് കേട്ടോ. നാസിക് 1904 ഇത് സ്ഥാപിക്കപ്പെട്ടത്. എവിടെയാണ്? 1904 നാസിക്കിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഈ അഭിനവ് സൊസൈറ്റിയുടെ മുൻഗാമി, അതായത് മുൻപ് ഇതിനുണ്ടായിരുന്ന സംഘടനയുടെ പേരെന്ന് പറയുന്ന മിത്രമേള എന്നാണ് കേട്ടോ. എന്താണ്? മിത്രമേള എന്നാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിക്കുന്നത് 1904 നാസിക്കിലാണ്. ആരൊക്കെ ചേർന്ന്? വിനായക് സവർക്കറും ഗണേഷ് സവർക്കറും ചേർന്നിട്ടാണ് സ്ഥാപിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് മിത്രമേളയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്ന ഇന്ത്യ ഹൗസ് ആണ്. ഇന്ത്യ ഹൗസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇന്ത്യ ഹൗസ്. ഇന്ത്യ ഹൗസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്ത്യൻ ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ലണ്ടനിൽ ഇന്ത്യൻ ഹൗസ് സ്ഥാപിക്കപ്പെട്ടത് 1905 അപ്പൊ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യൻ ഹൗസ് ലണ്ടനിലാണ് സ്ഥാപിക്കപ്പെട്ടത്. സ്ഥാപകൻ ആരാണ്? ശ്യാംജി ആണ് കേട്ടോ. ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ശ്യാംജി കൃഷ്ണവർമ്മയാണ് എന്ത് ചെയ്തത്? ഈ ഒരു അതായത് നമ്മുടെ ഇന്ത്യ ഹൗസ് സ്ഥാപിക്കുന്ന ഓർക്കുക. ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ആരംഭിച്ച മാസികയാണ് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. അപ്പൊ ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന മാസിക ആരാണ് ആരംഭിച്ചത്? ശ്യാംജി കൃഷ്ണവർമ്മയാണ് ആരംഭിച്ചത് എന്നുകൂടി ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ എന്താണ്? ഇന്ത്യ ഹൗസ് 1905 ലണ്ടനിൽ സ്ഥാപിച്ചതാണ്. ഇന്ത്യ ഹൗസിന്റെ സ്ഥാപകൻ ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ശ്യാംജി കൃഷ്ണവർമ്മയെ ലണ്ടനിൽ ആരംഭിച്ച മാസികയാണ് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സംഘടനയെ പരിചയപ്പെടാം. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി ആണ് കേട്ടോ അടുത്ത സംഘടന. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ശാഖയായി പാരീസിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ പാരീസ് സൊസൈറ്റി, അല്ലെങ്കിൽ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. 1905 എന്നാ സ്ഥാപിക്കുന്നേ? 1905 മാഡം ഫിക്കാജി ഗാമയാണ് ഇത് സ്ഥാപിച്ചത്. ആരാണ്? വളരെ പ്രശസ്തിയായിട്ടുള്ള മാഡം ഫിക്കാജി ഗാമയാണ് എന്ത് ചെയ്തത്? ഈ ഒരു സൊസൈറ്റി സ്ഥാപിക്കുന്നത് എന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ മാഡം ഫിക്കാജി ഗാമയുടെ നേതൃത്വത്തിൽ പാരീസിൽ ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസിക ചോദിക്കുകയാണെങ്കിൽ വന്ദേ മാതരമാണ്. മാഡം ഫിക്കാജി ഗാമയുടെ നേതൃത്വത്തിൽ പാരീസിൽ ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വന്ദേ മാതരമാണ്. മാഡം ഫിക്കാജി ഗാമയുടെ പ്രത്യേകത എന്തൊക്കെയാ? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലേ മാഡം ഫിക്കാജി ഗാമ. എന്താണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഫിക്കാജി ഗാമയാണ്. രണ്ട് പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകളാണ് അല്ലെ? എന്തെന്ന് അറിയപ്പെടുന്നേ? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവെന്നും അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയതും ഈ മാഡം ഫിക്കാജി ഗാമയാണെന്ന് ഓർക്കുക. അപ്പൊ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ശാഖയായി പാരീസിൽ ആരംഭിച്ചിട്ടുള്ള സൊസൈറ്റിയാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. 1905 മാഡം ഫിക്കാജി ഗാമയാണ് ഇത് സ്ഥാപിക്കുന്നത്. മാഡം ഫിക്കാജി ഗാമയുടെ നേതൃത്വത്തിൽ പാരീസിൽ ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസികയാണ് വന്ദേ മാതരം. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവെന്നും അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഫിക്കാജി ഗാമയാണെന്ന് ഇതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കിപ്പോയത്? എന്താണ്? അനുശീലനം, അതായത് ഇന്ത്യയുടെ തീവ്ര വിപ്ലവ സംഘടനകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അനുശീലന സമിതിയെ കുറിച്ച് പഠിച്ചു, അഭിനവ് ഭാരത് സൊസൈറ്റിയെ കുറിച്ചും ഇന്ത്യ ഹൗസിനെ കുറിച്ചും പാരീസ് ഇന്ത്യൻ സൊസൈറ്റിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്ന HSI സോഷ്യൽ സയൻസിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയ കാര്യങ്ങളും ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.